أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. السلام عليكم ورحمة الله وبركاته. 1111 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 31 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم لخاسرون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 31 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പിന്നിട്ട ഭാഗത്ത് നൂഹ് അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒടുവിലായിട്ട് അവരുടെ ധിക്കാരവും നിഷേധവും ഒക്കെ വർദ്ധിച്ചു വരിക മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് നൂഹ് അലൈഹിസ്സലാമിനെ പിൻപറ്റിയ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ആ പ്രളയത്തെ അതിജീവിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിതമായ കപ്പലിൽ കയറുകയും ആ പ്രളയത്തെ അതിജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. കപ്പലിൽ കയറി ഇരുന്ന ശേഷം നൂഹ് അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അതിക്രമകാരികളായ ധിക്കാരികളായ നന്ദികെട്ട ഈ
സമൂഹത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് നിർവഹിക്കപ്പെടുന്നത്. റബ്ബി അൻസിൽനി മുൻസലം മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ ഏറ്റവും അനുഗ്രഹീതമായ ഒരിടത്ത് കൊണ്ടുപോയി ഇറക്കണമേ. ഏറ്റവും നല്ല പരിണിതി നൽകുന്നവൻ, ഏറ്റവും നല്ല വിധത്തില് നല്ല ഇടത്ത് കൊണ്ടുപോയി എത്തിക്കുന്നവൻ നീ തന്നെയാണ് എന്നാണ് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായത്. നൂഹ് അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ആ സമൂഹം അവർക്ക് പ്രകൃതിപരമായ ഒരു വിപത്ത്, ഒരു പ്രളയം വന്നുകൊണ്ട് ആ സമൂഹത്തെ തുടച്ചു നീക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഘട്ടത്തിൽ നൂഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളെയും അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് അവരെ അള്ളാഹു മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ചരിത്രത്തിലെ മിക്കവാറും എല്ലാ സംസ്കാരങ്ങളുടെയും എല്ലാ നാഗരികതകളുടെയും ഒക്കെ സ്മൃതിയിൽ ഈ ഒരു പ്രളയവും ഇത്തരം ഒരു സംഭവവും ഒക്കെ പരാമർശിക്കപ്പെടുന്നത് കാണാം. മനുഷ്യന്റെ ഏറ്റവും പൗരാണികമായ ചരിത്ര സ്മൃതികളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്രളയം, ഭൂമുഖത്തെ ജനവാസമുള്ള മുഴുവൻ ഭൂപ്രദേശത്തെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രളയം. മനസ്സിലാക്കാൻ പറ്റുന്നത് ഖുർആന്റെ സൂചനകളിൽ നിന്നൊക്കെ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം പിന്നീട് മനുഷ്യ സമൂഹം ഭൂമുഖത്താകെ വ്യാപിക്കുന്നത് ആ പ്രളയക്കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ച, കപ്പലിൽ കയറി നൂഹ് അലൈഹിസ്സലാമിനോടൊപ്പം രക്ഷപ്പെട്ട ആളുകളുടെ സന്താന പരമ്പരയായിട്ട്, അവരുടെ വംശവർദ്ധനവിന്റെ ഫലമായിട്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യവാസം ഉണ്ടാകുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരുടെ കാര്യത്തിലും അള്ളാഹു ദൈവിക സന്ദേശം അവർക്ക് പകർന്നു നൽകുന്ന ദൗത്യവുമായിട്ട് അവരിൽ തന്നെ പെട്ട ദൂതന്മാരെ തുടർന്നും അള്ളാഹു നിയോഗിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ആ വിഷയമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആ ആയത്തുകളിലെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കാം. സുമ്മ അൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ. പിന്നീട് അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. ഈ പ്രളയത്തിന് ശേഷം അൻശഅനാ മിൻ ബഅദിഹിം, ആ പ്രളയത്തില് ഒരു സമൂഹം ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ടതിന് ശേഷം, ആ തലമുറക്ക് ശേഷം, ആ ജനതയ്ക്ക് ശേഷം, അവരെ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടതിന് ശേഷം നാം വളർത്തിക്കൊണ്ടുവന്നു. അൻശഅ എന്ന് പറഞ്ഞ തുടക്കമിട്ടു അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തു എന്ന ഇംഗ്ലീഷ് വാക്ക് നൽകുന്ന സൂചനയൊക്കെയാണ് അതിനുള്ളത്. ഇൻഷാ എന്നത് ഈ പഠന പ്രക്രിയയിൽ കോമ്പസിഷൻ എഴുത്തൊക്കെ പഠിക്കുന്നതിനാണ് ആ പദം ഉപയോഗിക്കാറുള്ളത്. എന്നാണ് മുൻഷി ഒക്കെ വരുന്നത്, മുൻഷി എന്നൊക്കെയുള്ള വാക്ക് വരുന്നതിനാണ്. സുമ്മ അൻശഅനാ മിൻ ബഅദിഹിം, പിന്നീട് നാം ഇവർക്ക് ശേഷം ക്രമപ്രവൃദ്ധമായി വളർത്തിക്കൊണ്ടുവന്നു. ഖർനൻ ആഖരീൻ, മറ്റൊരു തലമുറയെ. ഖർണ് എന്നതിന് നൂറ്റാണ്ട്, കൊമ്പ്, തലമുറ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് അറബി ഭാഷയിൽ. ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു സമൂഹത്തെ
ഇവർക്ക് ശേഷം ഭൂമുഖത്തെ അധിവസിച്ചിരുന്ന ഇവരെയൊക്കെ തുടച്ചു നീക്കിയതിനു ശേഷം മറ്റൊരു സമൂഹത്തെ നാം വളർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, അങ്ങനെ അവരിൽപ്പെട്ട ഒരാളെ നാം അവരിലേക്ക് ദൂതനായിട്ട് അയക്കുകയും ചെയ്തു. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം മനുഷ്യ സമൂഹം ശ്രദ്ധേയമായ ഒരു സമൂഹമായി മാറിയ ഘട്ടത്തില് അവർക്ക് മാർഗദർശനം നൽകുന്നതിനായിട്ട് അവരിൽ തന്നെ പെട്ട ഒരാളെ നാം ദൂതനായിട്ട് റസൂലായിട്ട് തെരഞ്ഞെടുത്ത് അയക്കുകയുണ്ടായി. ആ ദൂതൻ സമൂഹത്തോട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അവനല്ലാത്ത വേറെ ഒരു ഇലാഹും ഇല്ല. നിങ്ങൾ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, മറ്റൊരു ഇലാഹ് നിങ്ങൾക്ക് ആരാധ്യനായിട്ടില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ ഇക്കാര്യത്തില് സൂക്ഷ്മതയും ശ്രദ്ധയും ഉള്ളവരാവുന്നില്ലേ എന്നാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ അവരോട് ചോദിക്കുകയുണ്ടായത്. എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടങ്ങളിലും നൽകിയ സന്ദേശത്തിന്റെ ഏറ്റവും ക്വിൻറ്റസെൻഷ്യൽ ആയ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വിധേയപ്പെടുക, അവന് സമർപ്പിക്കുക, അവന് ആരാധനകൾ അർപ്പിക്കുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് വേറെ ഇലാഹൊന്നുമില്ല. നിങ്ങൾ ഇക്കാര്യത്തിൽ തഖ്വ കൈവരിച്ചവരാവണം. ഇക്കാര്യങ്ങളാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം വന്ന അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവരിൽ നിന്ന് തന്നെ ആയിട്ടുള്ള ഒരു ദൂതനെ അള്ളാഹു അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ സമൂഹത്തോട് പറയുകയുണ്ടായിരുന്നു, വഖാലൽ മലഉ മിൻ ഖൗമിഹി, അപ്പോ അദ്ദേഹത്തിന്റെ ആ ജനതയിൽപ്പെട്ട പ്രമാണിമാര് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. പ്രമാണിമാര് പറഞ്ഞു, അല്ലദീന കഫറു വകദ്ദബു ബിലിഖാഇൽ ആഖിറ. ആരാണ് ഈ പ്രമാണിമാർ എന്ന് പറയുന്നത്? അല്ലദീന കഫറു, അവരുടെ ചില പ്രത്യേകതകളൊന്ന്, അവര് നിഷേധികളായിരുന്നു. വകദ്ദബു ബിലിഖാഇൽ ആഖിറ, പാരത്രിക ജീവിതത്തിന്റെ അള്ളാഹുമായുള്ള ഒരു കൂടിക്കാഴ്ചയെ നിഷേധിച്ചവരായിരുന്നു അവര്. വാത്രഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾ നാം അവർക്ക് വേണ്ടുവോളം നൽകിയിട്ടുമുണ്ടായിരുന്നു. 3 പ്രത്യേകതകളുള്ള ആളുകളായിരുന്നു നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിലേക്ക് ദൈവിക ദൂതനായിട്ട് നിയോഗിച്ചയക്കപ്പെട്ട പ്രവാചകനോട് എതിരിട്ടുകൊണ്ട് സംസാരിച്ച ആ നാട്ടിലെ ആ സമൂഹത്തിലെ പ്രമാണിമാരുടെ അവസ്ഥ. 3 പ്രത്യേകതകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, അവര് ആ പ്രവാചക സന്ദേശത്തെ നിഷേധിക്കുന്നവരായി, അള്ളാഹുവിന്റെ ഏകത്വത്തെയും അതുപോലെ ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനായിട്ട് വന്നതാണ് എന്ന കാര്യത്തെയൊക്കെ നിഷേധിക്കുന്ന, കുഫ്ർ കാണിക്കുന്ന ആളുകളായിട്ടാണ് അവരുണ്ടായിരുന്നത്. രണ്ടാമത്തത് കദ്ദബു ബിലിഖാഇൽ ആഖിറ, പാരത്രിക ജീവിതം, പാരത്രിക ലോകത്ത് അള്ളാഹുവുമായുള്ള ഒരു കൂടിക്കാഴ്ച, ഈ ഒരു സംഗതിയെ കളവാക്കിയ ആളുകളാണ് അവർ. മൂന്നാമത്തെ അവരുടെ ഒരു പ്രത്യേകത വഅത്രഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ഭൗതിക ജീവിതം വലിയ സുഖാഡംബരങ്ങള് നാം നൽകിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ 3 പ്രത്യേകതകളും ഒത്തിണങ്ങിയ ഒരു വിഭാഗമായിരുന്നു ആ പ്രമാണിമാർ. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ എതിരിടാൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അധികാരവും നേതൃത്വവും സ്വാധീനവും സമ്പന്നതയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരാണ് നിഷേധികളും ധിക്കാരികളും ഒക്കെ ആയിട്ട് പ്രവാചകന്മാരെ തിരസ്കരിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ തന്നെ അതിന്റെ മനഃശാസ്ത്രപരമായ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു പ്രവാചകൻ കടന്നു വരുമ്പോഴും അദ്ദേഹം വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിട്ടാണ് കടന്നു വരിക. സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ സംഗതികളെയും
അതിന്റെ ശരിയായ വിധത്തിൽ ഉടച്ചു വാർക്കുക എന്നതാണ് പ്രവാചകന്മാർ നിർവഹിക്കുന്ന കാര്യം. അതിൽ അധികാരവും സാമൂഹ്യ വ്യവസ്ഥയും മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രവാചകൻ റീഷേപ്പ് ചെയ്തുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കും. സ്വാഭാവികമായിട്ടും ഒരു പ്രവാചകന്റെ ഇടപെടൽ അത്തരം മേഖലകളിൽ ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷത്തില് നഷ്ടമുണ്ട് എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത് ഈ വിഭാഗത്തിനാണ്. അധികാരം വാണിരുന്ന ആളുകൾ, സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ, തങ്ങളാണ് വരേണ്യർ എന്ന് കരുതിയിരുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് പ്രത്യക്ഷത്തില് വലിയ നഷ്ടമാകും എന്ന ഭീതി ഉണ്ടാവുക. അവരാണ് പ്രവാചകന്മാരെ എതിരിടുന്നതിന് വളരെ മുന്നിൽ തന്നെ, മുമ്പന്തിയിൽ തന്നെ നിലകൊള്ളുക. അപ്പോ ഈ 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്ന സമൂഹത്തിലെ പ്രമാണിമാർ, അവര് കുഫ്ർ അവരുടെ നിലപാടായി സ്വീകരിച്ചവരാണ്. ആഖിറത്തില് ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്നതിനെ നിഷേധിച്ചവരാണ്. അള്ളാഹുവിന്റെ ഭൗതികാർത്ഥത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി സുഖാഡംബരങ്ങളിൽ കഴിയാൻ സാധിച്ചവരാണ്. അവർ കരുതിയിരുന്നത് ഈ സുഖാഡംബരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അധികാരം നമ്മളെ കയ്യിലാണ്, സമ്പത്ത് നമ്മളെ കയ്യിലാണ്, സ്വാധീനം നമുക്കാണ്, ഇതൊക്കെ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളാണ് ശരിയുടെ മാർഗത്തിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ശരിയുടെ മാർഗത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന ഒരു മനോഘടനയിലാണ് ഈ ആളുകൾ ഉണ്ടായിരുന്നത്. പലപ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ ഉണ്ടാവുക. സമ്പത്തും ഐശ്വര്യവും അധികാരവും ഒക്കെ ചിലരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയതായിരിക്കും അള്ളാഹു. അവരെന്താണ് ചെയ്യുക എന്നത് കാണുന്നതിന് വേണ്ടി. പലപ്പോഴും അങ്ങനെ പരീക്ഷണത്തിന് വിധേയരാകുന്ന ആളുകൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരായിട്ട് മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം മറ്റൊരു സമൂഹത്തെ നാം വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് പറഞ്ഞുവല്ലോ. അവരിലേക്ക് ഒരു ദൂതനെ നിയോഗിച്ചയക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. ആ ദൂതൻ മുന്നോട്ട് വെച്ച സന്ദേശം അനിഅബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നവരാവുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച മുഖ്യമായ സന്ദേശം. ആരായിരുന്നു ഈ പ്രവാചകൻ എന്നത് വളരെ വിശദാംശങ്ങളോടുകൂടിയുള്ള ചർച്ചകൾ മുഫസ്സിറുകൾ പലയിടത്തും നടത്തുന്നുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന പ്രവാചകൻ ആരായിരുന്നു എന്ന്. ചിലരത് സമൂദ് സമൂഹം, അറേബ്യയിലെ മദായിൻ സാലിഹ് പ്രദേശത്ത് താമസിച്ചിരുന്ന സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, സമൂദ് സമൂഹമായിരുന്നു അത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ചിലര്. അതിന് കാരണം തുടർന്നുള്ള ആയത്തുകളിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നതിന് ഒരു സ്വൈഹത്ത്, ഒരു ഘോര ശബ്ദം പ്രയോജനപ്പെടുത്തിയതായിട്ട് ഇതേ സൂറത്തില് നമുക്ക് സ്വൈഹത്തിനെ പരാമർശിക്കുന്ന കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സമൂദ് സമൂഹമാണ് എന്ന് ചിലര് അനുമാനിക്കുന്നത്. എന്നാൽ ഇത് ആദ് സമൂഹമാണ്. ഹൂദ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട സമൂദിനേക്കാൾ പൗരാണികരായ ആദ് സമൂഹമാണ് എന്നത് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം നാം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് ഖുർആൻ ഒരു പരാമർശം നടത്തുന്നുണ്ട് ആദ് സമൂഹത്തെ സൂചിപ്പിച്ചുകൊണ്ട്. നേരിട്ടുള്ള വദ്കുറു ഇത് ജഅലക്കും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ് എന്ന് സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഓർക്കുക,
നിങ്ങളെ നൂഹിന്റെ സമൂഹത്തിന് ശേഷം നാം പിന്തുടർന്നു വന്ന ഒരു സമൂഹമായി നിശ്ചയിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാണാൻ കഴിയും. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്വൈഹത്ത് എന്ന വാക്കുകൂടെ ഉപയോഗിക്കുന്നു എന്നത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാര് സമൂത് സമൂഹമാണ് എന്നതിന് ആവശ്യത്തിനുള്ള തെളിവാകുന്നില്ല. അതിനേക്കാൾ പ്രബലമായ തെളിവ് ഇവിടെ ആദ് സമൂഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നത് കാണാൻ കഴിയും. മാത്രമല്ല സ്വൈഹത്ത് എന്ന വാക്ക്, ഘോരശബ്ദം എന്ന വാക്ക് ദൈവിക നടപടിയുടെ ഏത് രൂപത്തിലുള്ള ശിക്ഷയാണ് വരുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർപ്പുവിളി, ആരവം, ഗർജനം അല്ലെങ്കിൽ വലിയ മുഴക്കം, വലിയ ഒരു ഘോര ശബ്ദം എന്നൊക്കെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഈ പദം ഉപയോഗിക്കപ്പെടാവുന്നതേ ഉള്ളൂ. സ്വൈഹത്ത് സാഹ എന്ന് പറഞ്ഞ ആർത്തട്ടഹസിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒരു ദൈവികമായ ശിക്ഷ വരുമ്പോ ജനങ്ങൾ ആർത്ത് കരഞ്ഞ ഒരു സംഗതിയാവാം, അതല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് കേൾക്കാൻ സാധിച്ച ഒരു ഘോര ഗർജനം പോലെയുള്ള ശബ്ദമാവാം, പിടിനാദം പോലെയുള്ള ഒരു സംഗതിയാവാം, മേഘഗർജനമാവാം, അല്ലാഹു അഅലം. ഇങ്ങനെയുള്ള പദങ്ങളെ സംഗതികളൊക്കെ സൂചിപ്പിക്കാൻ ഈ സ്വൈഹത്ത് എന്നുള്ള വാക്ക് ചേരും എന്നതിനാല് അത് മാത്രം ഒരു തെളിവായിട്ട് വെച്ചുകൊണ്ട് സമൂത് സമൂഹമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുകയില്ല. അതിനേക്കാൾ പ്രബലമായ തെളിവ് സൂറത്തുൽ അറാഫില് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് ആദ് സമൂഹത്തെ കുറിച്ചുള്ള ആ പരാമർശം, അതിന്റെ അടിസ്ഥാനത്തില് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ തൊട്ടുടനെയുള്ള ഒരു സമൂഹം എന്നുള്ള നിലക്ക് അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ച ഒരു വിഭാഗം, അത് ആദ് സമൂഹമാണ്. അവരും പൗരാണിക അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. ആ സമൂഹവും അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സുമ്മ അൻശഅ്നാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, പിന്നീട് നൂഹിന്റെ സമൂഹത്തിന്റെ കാലശേഷം മറ്റൊരു സമൂഹത്തെ നാം വളർത്തിക്കൊണ്ടുവരികയുണ്ടായി, മറ്റൊരു തലമുറയെ. ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ തന്നെ പെട്ട ഒരു ദൂതനെ നാം അവരിലേക്ക് അയക്കുകയും ചെയ്തു. ഹൂദ് അലൈഹി ഇസ്ലാമിലേക്കുള്ള ഒരു പരാമർശമാവാനാണ് ഇത് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനിഅബ്ദുല്ലാഹ, ആ റസൂൽ, ആ ദൂതൻ അവർക്ക് നൽകിയ സന്ദേശം ഇങ്ങനെയാണ്: അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നവരാവുക എന്നാണ്. അപ്പൊ അതിനോട് പ്രതികരണമായിട്ട് ആ നാട്ടിലെ പ്രമാണിമാര് പറഞ്ഞത്, ആ പ്രമാണിമാർക്ക് 3 പ്രത്യേകതകൾ ഉള്ളത് നമ്മുടെ സൂചിപ്പിച്ചു. വഖാലൽ മലഉ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പ്രമാണിമാർ പറഞ്ഞു. പ്രമാണിമാർ എന്ന് പറയുമ്പോൾ അധികാരികളും ജനങ്ങളെ നയിക്കുന്നവരൊക്കെയായ, ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകൾ. വഖാലൽ മലഉ മിൻ ഖൗമിഹി അല്ലദീന കഫറു വകദ്ദബു ബിലിഖാഇൽ ആഖിറ, ആ മലഇന്റെ ഒരു പ്രത്യേകതയാണ് അവര് നിഷേധികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനെ കളവാക്കി തള്ളിക്കളഞ്ഞവരാണ്, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, ആഖിറത്തിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്നതിനെ അവര് തള്ളിക്കളഞ്ഞ് കളവാക്കി കളഞ്ഞു. വഅത്രഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾ നാം അവർക്ക് വേണ്ടുവോളം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്: മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാള് നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണല്ലോ. യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു, നിങ്ങൾ ഏതൊന്നിൽ നിന്നാണോ തിന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ തിന്നുന്ന. വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാള്. നിങ്ങൾ തിന്നുന്ന പോലെയുള്ളത് തിന്നുകയും നിങ്ങൾ കുടിക്കുന്നത് പോലെയുള്ളത് കുടിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല ഇയാള്.
വലഇൻ അതഅ്തും ബശറൻ മിസ്ലക്കും, നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ ഈ വിധത്തിൽ വിധേയത്വം നൽകാൻ വേണ്ടി കാണുന്നതെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരാളെയാണ് അനുസരിക്കുന്നതെങ്കിൽ, ഇന്നക്കും ഇദൻ ലഖാസിറൂൻ, നിങ്ങൾ അത് കാരണമായി വലിയ നഷ്ടകാരികളാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. ഇതാണ് ആ പ്രമാണിമാര് നാട്ടുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുണ്ടായത്. ആ പ്രമാണിമാരുടെ മനോഘടന അനുസരിച്ച് ഈ വന്നിരിക്കുന്ന പ്രവാചകൻ എന്തോ ഒരു ദുഷ്ടലാക്കോടുകൂടി വന്നിരിക്കുന്ന ആളാണ്. അയാൾക്ക് അധികാരമോഹമാണ്. ഇവിടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുകയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ അധികാര സംവിധാനങ്ങളൊക്കെ തകിടം മറിച്ചിട്ട് അധികാരം തട്ടിയെടുക്കാനാണ് ഇയാൾ വന്നിരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും എതിരിൽ ഫിറഔൻ ഉന്നയിച്ചിരുന്ന ന്യായം ഇത് തന്നെയാണ്. അപ്പൊ ഇയാള് നാട്ടില് കലാപം കുഴപ്പമുണ്ടാക്കുന്ന ഭീകരവാദിയാണ്. ഇവന് അധികാരം തട്ടിയെടുക്കലാണ് താല്പര്യം. ഇങ്ങനെ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളെ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന, നിങ്ങൾ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള സാധനങ്ങൾ തന്നെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ നിങ്ങൾ ദൈവദൂതൻ എന്നുള്ള നിലക്ക് അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ നഷ്ടകാരികളാകും. ഈ നഷ്ടകാരികളാകും എന്നതിന് പല സൂചനകളുണ്ട്. ഞങ്ങളുടെ അധികാരത്തിന് കീഴിൽ ഈ രാജ്യം, നിങ്ങളുടെ സമൂഹം വളരെ സുരക്ഷിതമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അധികാരികൾ. ഞങ്ങൾ തന്നെയാണല്ലോ അധികാരം വാഴുകയും ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരുത്തൻ കയറി വന്ന് അതിനെ തകിടം മറിക്കുമ്പോ ഇവിടെ അരാജകത്വം ഉണ്ടാവും, ക്രമസമാധാനം തകരും, ഇവിടെ ആളുകൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയണ്ടാവും, സ്വസ്ഥമായിട്ട് കച്ചവടങ്ങളിലും അതുപോലെയുള്ള ജീവിത വ്യവഹാരങ്ങളിലും ഒന്നും ഏർപ്പെടാൻ പറ്റാണ്ടാവും. ഇവര് കലാപവും കുഴപ്പത്തിനുമാണ് തുടക്കമിടുന്നത്. ഈ വിധത്തിലാണ് അവര് നാട്ടുകാരോട് പറയുകയുണ്ടായത്. നിങ്ങൾ ഇവരെയാണ് പിന്തുണക്കുന്നതെങ്കിൽ നാട് കുട്ടിച്ചോറാവും, നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും. കാരണം ഇവര് നിങ്ങളെപ്പോലെ തന്നെയുള്ള ആളുകളാണ്, വെറും സാധാരണ മനുഷ്യർ. നിങ്ങൾ തിന്നുന്ന പോലെയുള്ള സാധനങ്ങളാണ് അവർ തിന്നുന്നത്, നിങ്ങൾ കുടിക്കുന്ന പോലെയുള്ള സംഗതികളാണ് അവർ കുടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ നിങ്ങളുടെ മേൽ സ്വാധീനമുള്ള ആളാവാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ, സ്വീകരിക്കുന്നത് എങ്കിൽ, അത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. നാട്ടിന്റെ വ്യവസ്ഥയെ അത് തകർക്കും, നാട്ടിലെ ക്രമസമാധാനം ഇല്ലാണ്ടാക്കും. അതിന്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാകാൻ പോണത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ഇതാണ്, ഈ വിധത്തിലാണ് നാട്ടിലെ പ്രമാണിമാരും അധികാരികളും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരും ഒക്കെ ജനങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ ഈ പ്രവാചകൻ വന്നിരിക്കുന്നത് ഒരു ശ്രദ്ധേയമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങള് പൂർണ്ണമായും വഴിപിഴച്ചു പോയ ഒരു ഘട്ടത്തിലാണ് ഈ പ്രവാചകൻ വരികയുണ്ടായിട്ടുള്ളത്. മുമ്പും ഇതുപോലെ മനുഷ്യരിൽ തന്നെ പെട്ട തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പ്രവാചകന്മാര് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. പക്ഷെ അത് പരിഗണിക്കാതെ ഇവര് കുഴപ്പമുണ്ടാക്കാനാണ് ഈ തുടക്കമിടുന്നത്. അത് നിങ്ങൾക്ക് വലിയ നഷ്ടാകും. ഈ നിങ്ങൾ തിന്നുന്ന പോലെയുള്ള തിന്നുകയും കുടിക്കുന്ന പോലെയുള്ള കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സാധാരണ മനുഷ്യരെ നിങ്ങൾ അനുസരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ നാട്ടില് അത് വലിയ അരാജകത്വം ഉണ്ടാക്കും, നിങ്ങളെ അത് വലിയ നഷ്ടത്തിൽ അകപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രമാണിമാര് നാട്ടിലെ സാധാരണ ജനങ്ങളോട് പറയുകയുണ്ടായത്. ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.